സൗത്ത് ആഫ്രിക്കയിൽ നമുക്ക് ആളുണ്ട്. ഇങ്ങനെയാണല്ലോ വാസ്കോ ഡ ഗാമ ഈ ഇന്ത്യ ആണെന്ന് വെച്ചിട്ട് ആദ്യം പോയത് സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പൊ അയാൾ ഇന്ത്യ ആണെന്ന് ആദ്യം കരുതിയത്. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഇത് ഇന്ത്യ അല്ല എന്ന് വിചാരിച്ചിട്ട് പിന്നീട് അവിടെ ബ്രേക്ക് എടുത്തതിന് ശേഷം ആണ് ഇന്ത്യയിലെത്തിയത്. അവിടുത്തെ ഹിസ്റ്റോറിക്കൽ ബോർഡിൽ ആ വാസ്കോ ഡ ഗാമ ആദ്യം ഇറങ്ങിയ സ്ഥലത്ത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കോഴിക്കോട് കാപ്പാടുന്നുണ്ട്. കോഴിക്കോട് തന്നെ ഉണ്ട്. കോഴിക്കോട് കാപ്പാട് തന്നെ എഴുതിയിട്ടുണ്ട്. ഓ, കോഴിക്കോട് അത്ര നിസ്സാരമായ സ്ഥലമല്ല. നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മളൊരിക്കലും നമ്മള് ദുബായ് പോകണം, അല്ലെങ്കിൽ മലേഷ്യ പോകണം, തായ്ലൻഡ് പോകണം, അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും സൗത്ത് ആഫ്രിക്ക നമ്മൾ സെലക്ട് ചെയ്യില്ല യാത്ര പോകാൻ. പക്ഷെ എന്നിട്ടും നിസാർക്ക് സൗത്ത് ആഫ്രിക്ക യാത്ര പോയി. നല്ല കാരണം എന്താ? സൗത്ത് ആഫ്രിക്ക നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു അത്ര ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത ഒരു കൺട്രി, എന്നാലും ഒരുപാട് നാച്ചുറൽ റിസോഴ്സ് ഉള്ള ഒരു രാജ്യം. അപ്പോൾ എന്തായാലും ഒന്ന് അവിടെ പോയി കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ? ഇതൊരു ഏഷ്യ ഉപഭൂഖണ്ഡം കഴിഞ്ഞ് നമ്മളൊരു ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിൽപ്പെട്ട ഒരു രാജ്യം പോയി കാണുക എന്നുള്ളത് ആദ്യം ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ മനസ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരുപാട് മാറിയ, ഒരുപാട് ഡെവലപ്പ് ചെയ്തൊരു രാജ്യം. അതുകൊണ്ട് ഒരുപാട് നാച്ചുറൽ ബ്യൂട്ടിയാണ് അവിടുത്തെ. നമ്മളെ ഇന്ത്യയിലെ ബീച്ചും, ഇന്ത്യയിലുള്ള അത്ര തന്നെ ബീച്ച് അവിടെയുണ്ട്. പക്ഷെ ഇന്ത്യയിലെ ബീച്ചും അവിടെയുള്ള ബീച്ചും ഒരുപാട് വ്യത്യാസമുണ്ട്. ഭയങ്കര പ്രകൃതി രമണീയമായ ബീച്ചുകളാണ്. ഈ ബീച്ചിൽ നമ്മളെ ബീച്ച് വളരെ ലെവലല്ല, അങ്ങനെ ഒരു സീ ലെവലിൽ നിന്ന് പെട്ടെന്നല്ലല്ലോ, സ്റ്റീപ്പായിട്ടല്ലല്ലോ പൊത്തുന്നത്. ഇപ്പൊ വയനാടൊക്കെ പോലുള്ള ഒരു സ്ഥലം എത്തണമെങ്കിൽ ഏതാണ്ട് ബീച്ചിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 50-60 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് എത്തുള്ളൂ. നമ്മൾ അങ്ങനത്തെ ഒരു മൗണ്ടെയിൻസ് ബീച്ചിൽ തന്നെ, അങ്ങനെ ഒരു മൗണ്ടെയിൻസ് വയനാട് ബീച്ചിൽ തന്നെ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു. വയനാട് പോലത്തെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം ബീച്ചിൽ തന്നെ, പെട്ടെന്ന് സഡൻ മൗണ്ടെയിനാണ് ബീച്ചിൽ തന്നെ മൗണ്ടെയിൻസ്. നിങ്ങളൊന്ന് അതൊന്ന് ഇമാജിൻ ചെയ്യും. അപ്പം എന്റെ ബക്കറ്റ് ലിസ്റ്റിലും സൗത്ത് ആഫ്രിക്ക ആഡ്. അപ്പൊ ഓക്കെ നിസാർക്ക, താങ്ക് യു.